ബാങ്കിൽ കള്ളപ്പണ നിക്ഷേപമുള്ളവരുടെ പട്ടിക സർക്കാർ പുറത്തുവിടണമെന്ന് കോൺഗ്രസ് പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. ബാങ്കുകൾക്കും എടിഎമ്മുകൾക്കും മുന്നിൽ പണത്തിനായി നിൽക്കുന്നവരെ കളിയാക്കി നടത്തിയ പരാമർശം പ്രധാനമന്ത്രി പിൻവലിക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. എന്നാൽ നോട്ട് അസാധുവാക്കലിന് സാധാരണക്കാരുടെ പിന്തുണയുണ്ടെന്ന് ബിജെപി അംഗങ്ങൾ വാദിച്ചു. ഇതിനിടെ രാജ്യം കരയുമ്പോൾ പ്രധാനമന്ത്രി മോദി ചിരിക്കുകയാണെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിൽ ആരോപിച്ചു. രാജ്യത്തെ സാമ്പത്തിക അടിയന്തരാവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ ഇടപെടണമെന്ന് രാഷ്ട്രപതിയോട് മമതാ ബാനർജി ആവശ്യപ്പെട്ടു. നോട്ട് അസാധുവാക്കൽ വിഷയം നാളെ ലോക്സഭ ചർച്ച ചെയ്യും. ശൈത്യകാല സമ്മേളനത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന ഏത് വിഷയത്തിലും ക്രിയാത്മകമായ ചർച്ചയാകാമെന്ന് നരേന്ദ്രമോദി രാവിലെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മറ്റ് നടപടികളൊക്കെ മാറ്റിവെച്ച് രാജ്യസഭയിൽ നോട്ട് അസാധുവാക്കൽ വിഷയം ചർച്ചയ്ക്കെടുത്തത്. കള്ളപ്പണത്തിനെതിരായ സർക്കാർ നീക്കങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്ന് ചർച്ച തുടങ്ങിവെച്ച ആനന്ദ് ശർമ്മ വ്യക്തമാക്കി. എന്നാൽ നോട്ട് അസാധുവാക്കൽ സാധാരണക്കാരന്റെ ജീവിതം ദുരിതപൂർണമാക്കിയെന്ന് ആരോപിച്ചു. സ്വിസ് ബാങ്കിൽ കള്ളപ്പണ നിക്ഷേപമുള്ളവരുടെ പട്ടിക സർക്കാരിന്റെ പക്കലുണ്ട്. സർക്കാർ ഈ പട്ടിക പുറത്തുവിടണമെന്നും ശർമ്മ ആവശ്യപ്പെട്ടു. कौन सा अधिकार प्रधानमंत्री और आपका है कि बैंक में जमा खातों पे पैसा निकालने पर आप पाबंदी लगाएं? ये अधिकार किस कानून ने आपको दिया? എന്നാൽ നോട്ട് അസാധുവാക്കൽ വിഷയത്തിൽ രാജ്യത്തിന്റെ പിന്തുണ സർക്കാരിനുണ്ടെന്ന് ബിജെപി അംഗങ്ങൾ വാദിച്ചു. ऐसी परिस्थिति में जो भी कदम इस कड़ी में लिए जाते हैं काले धन को रोकने के लिए, उसका स्वीकार पूरा सदन पूरा देश करे, ऐसी अपेक्षा थी. ദരിദ്രരായ ഇന്ത്യക്കാരോട് നോട്ടിന് പകരം പ്ലാസ്റ്റിക് നോട്ട് ഉപയോഗിക്കാൻ പറയുന്ന നരേന്ദ്രമോദി ലൂയി 16ാമന്റെ ഭാര്യയാണെന്ന് യെച്ചൂരി പരിഹസിച്ചു. Sir, it's like the Prime Minister clearing a pond to kill the crocodiles, forgetting that the crocodiles can survive on land also. The big crocodiles have survived, and the small fish that have died. ഇതിനിടെ മഹാരാഷ്ട്രയിലെ ഭിവാണ്ടിയിൽ സംസാരിക്കവേ നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനം രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. नरेंद्र मोदी जी, आपका सबका सब पैसा उन्हीं 15-20 उद्योगपतियों को देंगे. देख लेना, एक साल बाद आप रिकॉर्ड देख लेना, पूरा का पूरा आपका पैसा उनका कर्जा माफ करने में चला जाएगा. മമതാ ബാനർജിക്കൊപ്പം തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, നാഷണൽ കോൺഫറൻസ്, ശിവസേന എന്നീ പാർട്ടികളുടെ എംപിമാരും രാഷ്ട്രപതി ഭവനിലെത്തി സാമ്പത്തിക അടിയന്തരാവസ്ഥയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ ഇടപെടണമെന്ന് പ്രണബ് മുഖർജിയോട് അഭ്യർത്ഥിച്ചു. റിപ്പോർട്ടർ, ദില്ലി.